ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ കുറേ നാളായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വെച്ചു. അപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിക്കാണ് ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായക്കുള്ള വെള്ളവും പിന്നെ ആ വെള്ളത്തിൽ നിന്ന് കേട്ടോ മോനെ കുടിക്കാനുള്ള സ്കൂളിലേക്ക് കൊണ്ടുള്ള വെള്ളവും എടുത്ത് വെക്കുന്നത്. നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതൊരു കപ്പിലെടുത്ത് വെക്കും. പിന്നെ ഇന്നലത്തെ കറികളൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് ഇന്ന് കറി വെക്കണം. പിന്നെ നമ്മൾ ചായ രാവിലെ ഉണ്ടാക്കി ഫ്ലാസ്കിൻ്റെ അകത്തേക്ക് വെക്കും. അപ്പോൾ എല്ലാവരും വരുമ്പോൾ എപ്പോഴും ഉണ്ടാക്കണ്ടല്ലോ, ആ ഫ്ലാസ്കിൽ നിന്ന് എടുത്തങ്ങ് കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് അങ്ങനെ ചായ വെച്ചു. ഞാൻ അപ്പപ്പോൾ ഉള്ള പാത്രങ്ങൾ അപ്പപ്പോൾ കഴുകും. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും കാണത്തില്ല കേട്ടോ കഴുകാൻ. പിന്നെ അടുപ്പ് കത്തിച്ചു, ചൂടുവെള്ളം വെച്ചവന് കുളിക്കാൻ വേണ്ടി, മോനെ കുളിപ്പിക്കാൻ വേണ്ടി ചൂടുവെള്ളമൊക്കെ വെച്ചു. പിന്നെ ദോശയായിരുന്നു ഇന്ന്, ദോശയും മുട്ടക്കറി കേട്ടോ. രാവിലെ മുട്ടക്കറി സാധനം ഇത് നമ്മൾ തലേന്ന് രാത്രി വെച്ച കറി ഉണ്ടെങ്കിൽ അത് തന്നെ കേട്ടോ രാവിലെ എടുക്കുക. പക്ഷേ ഇന്നലത്തെ കറിയും ബാക്കിയില്ലാത്തതുകൊണ്ടാണ് ഇത് രാവിലെ കറി വെക്കുക. പിന്നെ മോനുള്ള ലഞ്ചും പിന്നെ സ്നാക്സും വെള്ളമൊക്കെ എടുക്കണമെന്ന് കേട്ടോ. ലഞ്ചായിട്ട് നമ്മൾ ചോറെല്ലാം കൊടുത്തുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ ചോറ് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അവന് ചോറ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അത് തന്നെ കേട്ടോ കൊടുക്കുന്നത്. പിന്നെ വൈകുന്നേരം വന്നിട്ട് അവന് നമ്മൾ ചോറും കറിയും കൊടുക്കും കേട്ടോ. പിന്നെ ഇന്ന് ബുധനാഴ്ച ചെയ്യേണ്ടവർക്ക് കളർ ഡ്രസ്സാണ്. പിന്നെ പിന്നെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ മോൻ പോകുന്നതിന് മുമ്പ് ഞാൻ അടിച്ചു വരും, അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി അടിച്ചു വരും, അങ്ങനത്തെ പണിയൊക്കെ കഴിയും. പിന്നെ കുളിപ്പിച്ച് ആ വെള്ളം മാറ്റിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം ഇവിടെ വെക്കും. അപ്പോൾ മോന് സ്കൂളിലൊക്കെ ഓട്ടോയിൽ കയറ്റി വിട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താക്കും, ഞാൻ വരുമ്പോഴത്തേക്ക് വെള്ളം പാകത്തായിട്ടുണ്ടാവും, ചൂടായിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ അരി ഇടും. പിന്നെ കുറച്ച് നേരം പോയി കിടക്കും കേട്ടോ, റെസ്റ്റ് എടുക്കും, കുറേ നേരം കിടക്കും. കാരണം അരി വേകുമ്പോഴത്തേക്ക് മതിയല്ലോ ബാക്കി, നമ്മളെല്ലാം അടുപ്പത്തും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അരി വേകുമ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പിന്നെ മീനൊന്നും മുറിക്കാൻ മേടിച്ചതിരിപ്പില്ല, ഇനിയിപ്പോൾ മേടിച്ചാലേ മീനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ മീനൊക്കെ മുറിച്ച് വെക്കും. പിന്നെ കുറേ അലക്കാനുണ്ടായിരുന്നു കേട്ടോ, ഒരു 3 ദിവസത്തെ അലക്കാനുണ്ടായിരുന്നു, അതെല്ലാം അലക്കാനിട്ടു. പിന്നെ അലക്കി കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് എനിക്ക് കുറച്ച് വേസ്റ്റൊക്കെ കളയാനുണ്ടായിരുന്നു. അങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ടേ കളഞ്ഞു. പിന്നെ ക്ലീനിങ് പരിപാടികൾ, തുടയ്ക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ തന്നെ ഞാൻ രാവിലെ തന്നെ തീർക്കും. പിന്നെ വിറകെടുത്ത് വെക്കാനുണ്ടായിരുന്നു. വിറക് ഇന്നലെ രാത്രി എടുത്ത് വെക്കാൻ മറന്നുകൊണ്ട് കുറച്ച് വിറകൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. ഈ ചെറിയവൻ എപ്പോഴും പുറം കിടക്കും കേട്ടോ. മറ്റവനില്ലാത്തതുകൊണ്ട്, മറ്റവനുണ്ടെങ്കിൽ രണ്ടാളോട് നല്ല വഴക്കും ബഹളമായിരിക്കും. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കറി വെച്ച പാത്രം, അങ്ങനത്തെ പാത്രങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കഴുകി എടുത്തു. പിന്നെ തുടച്ചു. ഇവരാരും ഇല്ലാത്ത സമയത്ത് തുടയ്ക്കാൻ പറ്റുള്ളൂ. ഹസ്ബൻഡ് അവനെയും കൊണ്ട് മീൻ വാങ്ങാൻ പോയേക്കോ കേട്ടോ. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ ഫുള്ളൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് മീൻ കൊണ്ടുവന്നു, ദാവോലി കേട്ടോ. നിങ്ങളുടെ നാട്ടിലെന്താ പറയുക? എന്നിട്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ മുറിച്ച് കഴുകി എടുത്ത് വെച്ചിട്ടോ. നമുക്ക് കറിക്കുള്ളതും ബാക്കി എല്ലാവരും ഉള്ളത്. പിന്നെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അതിലേക്ക് കേക്ക് ഉണ്ടാക്കണമെന്ന് മോന് വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിലിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ 2 ആട്ടുംകുട്ടികളുള്ളൂ, അവരുടെ പുറകെ ഇങ്ങനെ നടക്കും. ബാക്കിയുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.